കാട്ടൂർ SNDP യോഗം അമയ കുമരേശ്വര ക്ഷേത്രത്തിൽ ഊട്ടിനെത്തിച്ച ആന ഇടഞ്ഞോടി. കൊമ്പൻ മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണനാണ് 1/2 കിലോമീറ്ററോളം ഇടഞ്ഞോടിയത്. ആനയെ പിന്നീട് തളച്ചു. ചേലക്കരയിൽ ഇരട്ടകളായ പോലീസ് സഹോദരന്മാർ തമ്മിൽ അടിപിടി. വീടിനടുത്ത് ചപ്പുചവറുകൾ ഇട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത്. ചേറ്റുവ പടന്ന ചീപ്പിനോട് ചേർന്നുള്ള പാലം അറ്റകുറ്റപ്പണിക്കായി താൽക്കാലികമായി അടച്ചു. 3 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കി പാലം സഞ്ചാരയോഗ്യമാക്കുമെന്ന് കരാർ കമ്പനി. സംസ്ഥാന വ്യാപകമായി ഒരു വിഭാഗം സ്വകാര്യ ബസ് ഉടമകൾ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ദേശീയപാത 66-ൽ 2 വാഹനാപകടം. 3 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂരിൽ 3 കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് സ്കൂട്ടർ യാത്രികനും കാൽനട യാത്രികനും പരിക്ക്. തൃശൂരിൽ പരക്കെ മഴ തുടരുന്നു. ശക്തമായ കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ചൊവ്വന്നൂരിൽ കടമുറി റോഡിലേക്ക് തകർന്നു വീണു. നമസ്കാരം. വാർത്തകൾ വിശദമായി. കാട്ടൂരിൽ ആന ഇടഞ്ഞോടിയത് പരിഭ്രാന്തി പരത്തി. കാട്ടൂർ SNDP അമയ കുമരേശ്വര ക്ഷേത്രത്തിൽ ഊട്ടിനെത്തിയ മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. ആനയുടെ മുൻകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നില്ല. 1/2 കിലോമീറ്ററോളം ഓടിയ ആനയെ പിന്നീട് പാപ്പാന്മാർ തന്നെ തളയ്ക്കുകയായിരുന്നു. ആർക്കും പരിക്കില്ല. ആന ഓടിയത് മൂലം പ്രദേശത്തെ മതിലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചേലക്കരയിൽ ഇരട്ടകളായ പോലീസ് സഹോദരന്മാർ തമ്മിൽ അടിപിടി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ദിലീപ് കുമാറും പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI പ്രദീപും തമ്മിലാണ് കയ്യാങ്കളി നടന്നത്. അടിപിടിയെ തുടർന്ന് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ഇരുവരും കുടുംബാംഗങ്ങളും ചികിത്സ തേടി. വീടിനടുത്ത് ചപ്പുചവറുകൾ ഇട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത്. അതിർത്തി തർക്കം ഉൾപ്പെടെ പല വിഷയങ്ങളിലും സഹോദരങ്ങൾ തമ്മിൽ മുൻപും തർക്കമുണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചേലക്കര പോലീസ് സ്റ്റേഷനിൽ കേസും നിലവിലുണ്ട്. ചേറ്റുവ പടന്ന ചീപ്പിനോട് ചേർന്നുള്ള പാലം അറ്റകുറ്റപ്പണിക്കായി താൽക്കാലികമായി അടച്ചു. ചേറ്റുവ പടന്ന പാലം തകർച്ചാ ഭീഷണിയിലാണെന്ന് കഴിഞ്ഞ ദിവസം TCV വാർത്ത നൽകിയിരുന്നു. സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാലമാണ്. പാലം ബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ നേരിൽ കണ്ട് വിലയിരുത്തുന്നതിനായി ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കരാർ കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടത്തി. 3 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കി പാലം സഞ്ചാരയോഗ്യമാക്കുമെന്ന് കരാർ കമ്പനി ഉറപ്പു നൽകി. സംസ്ഥാന വ്യാപകമായി ഒരു വിഭാഗം സ്വകാര്യ ബസ് ഉടമകൾ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ചയെ തുടർന്ന് ഒരു വിഭാഗം ബസ് ഉടമകൾ സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. ദേശീയപാതയിൽ 2 വാഹനാപകടം. 3 പേർക്ക് പരിക്കേറ്റു. മതിലകം പള്ളിവളവിലും കയ്പമംഗലം കാളമുറിയിലുമായിരുന്നു അപകടം. മതിലകം പള്ളിവളവിൽ കാർ ഓട്ടോറിക്ഷയിലിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോയിലുണ്ടായിരുന്ന 2 പേർക്കാണ് പരിക്കേറ്റത്. മതിലകം മതിൽമൂല സ്വദേശി ഉണ്ണികൃഷ്ണൻ, ആല സ്വദേശി ഷാജി എന്നിവർക്കാണ് പരിക്കേറ്റത്. കാളമുറിയിൽ ലോറിയിലിടിച്ച് ബൈക്ക് യാത്രികനായ പാവറട്ടി സ്വദേശി വിളക്കത്തറ വീട്ടിൽ വിഷ്ണുവിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടക്കുഴികൾ നിറഞ്ഞ് ദേശീയപാത 66 ചെറുതും വലുതുമായ അപകടങ്ങൾ പതിവായിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. ശ്രീനാരായണപുരം മുതൽ വടക്കോട്ട് ചേറ്റുവ വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് കുണ്ടും കുഴിയുമായിട്ട് മാസങ്ങളായി. കനത്ത മഴയിൽ പലയിടത്തും ടാർ ഇളകി മാറിയതാണ് വലിയ കുഴികൾ രൂപപ്പെടാൻ കാരണം. 4 വർഷം മുൻപാണ് റോഡ് റീടാർ ചെയ്തത്. കുഴികൾ ഉണ്ടാകുമ്പോൾ താൽക്കാലികമായി അടയ്ക്കുമെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ പൂർവ്വസ്ഥിതിയിലാകും. സ്ഥിരം അപകടങ്ങൾ നടക്കുന്ന പെരിഞ്ഞനം പഞ്ചായത്ത് വളവിന് സമീപം നിരവധി കുഴികളാണുള്ളത്. വടക്കേ ബസ് സ്റ്റോപ്പിന് സമീപവും 3 പീടിക ജംഗ്ഷന് സമീപവും സമാന സാഹചര്യം തന്നെയാണ്. പരാതികൾ ഏറിയതിനെ തുടർന്ന് ഒരാഴ്ച മുൻപ് ഇവിടെ മെറ്റലിട്ട് ഉറപ്പിച്ചിരുന്നു. എന്നാൽ മഴ കനത്തതോടെ മെറ്റൽ മുഴുവൻ റോഡിൽ ചിതറിക്കിടക്കുകയാണ്.
ഇരുചക്രവാഹന യാത്രികരാണ് കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. ദേശീയപാതയിലുള്ള ബസ് കാത്തിരിപ്പു കേന്ദ്രങ്ങളുടെ സ്ഥിതിയും ദുരിതപൂർണമാണ്. മിക്കയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ബസ്സിൽ കയറാൻ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. സ്റ്റോപ്പുകളിൽ വെള്ളക്കെട്ട് കാരണം ബസ്സുകൾ നീക്കി നിർത്തുന്നതും യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച മുതൽ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ് സമരം കൂടി പ്രഖ്യാപിച്ചതോടെ വരും ദിവസങ്ങളിൽ യാത്രാ ദുരിതം ഇരട്ടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. TCV ന്യൂസ്, കയ്പമംഗലം. ഗുരുവായൂരിൽ 3 കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. കാൽനട യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന കാർ സ്റ്റാർട്ട് ചെയ്തു. മുന്നോട്ടെടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് എതിരെ വന്ന കാറിൽ ഇടിച്ച് നിർത്തിയിട്ട് മറ്റൊരു കാറിലും വൈദ്യുതി പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു. പോസ്റ്റ് മുറിഞ്ഞ് റോഡിന് കുറുകെയുള്ള വൈദ്യുതി ലൈൻ സ്വകാര്യ ബസിന് മുകളിലേക്ക് പൊട്ടിവീണു. ഇടിയേറ്റ് നിയന്ത്രണം വിട്ട് തിരിഞ്ഞ കാറിനിടയിൽ നിന്നാണ് കാൽനട യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. സ്റ്റാർട്ട് ചെയ്ത ഉടനെ ചെരുപ്പ് ബ്രേക്കിനിടയിൽ കുടുങ്ങിയതിനെ തുടർന്ന് പരിഭ്രമിച്ച് ആക്സിലേറ്ററിൽ ചവിട്ടിയതാണ് കാർ നിയന്ത്രണം വിടാൻ കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. 3 കാറുകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് സ്കൂട്ടർ യാത്രികനും കാൽനട യാത്രികനും പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികനായ എരനല്ലൂർ സ്വദേശി മഞ്ഞക്കാട്ടിൽ വീട്ടിൽ ധർമ്മൻ, കാൽനട യാത്രികനായ ചൂണ്ടൽ കോലാടിപ്പറമ്പിൽ സുബ്രഹ്മണ്യൻ എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. പരിക്കേറ്റവരെ കേച്ചേരി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത കുട്ടനെല്ലൂരിൽ നിർത്തിയിട്ടിരുന്ന മിനി ലോറിക്ക് പിന്നിൽ ടിപ്പർ ലോറി ഇടിച്ച് അപകടം. അപകടത്തിൽ ടിപ്പർ ലോറി ഡ്രൈവർ റിവിൻ വർഗീസിന് പരിക്കേറ്റു. ടിപ്പറിന്റെ ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ 1 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് അഗ്നിരക്ഷാ സേന പുറത്തെടുത്തത്. ടയർ പഞ്ചറായതിനെ തുടർന്ന് നിർത്തിയിട്ട മിനി ലോറിക്ക് പിന്നിലാണ് ടിപ്പർ ഇടിച്ചത്. തൃശൂരിൽ പരക്കെ മഴ തുടരുന്നു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുവാനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നും തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചൽ, മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകൾ കണക്കിലെടുക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൊവ്വന്നൂരിൽ കടമുറി റോഡിലേക്ക് തകർന്നു വീണു. വീടിനോട് ചേർന്ന് അടച്ചിട്ടിരുന്ന കടമുറി റോഡിലേക്ക് തകർന്നു വീണു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം ചുങ്കത്ത് സാബുവിന്റെ വീടിനോട് ചേർന്നുണ്ടായിരുന്ന കടയാണ് ഇടിഞ്ഞു വീണത്. കുന്നംകുളത്ത് നിന്നും എത്തിയ ഫയർഫോഴ്സ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് തകർന്നു വീണ കെട്ടിട ഭാഗങ്ങൾ റോഡിൽ നിന്നും മാറ്റിയത്. താന്യത്ത് കൂറ്റൻ മരം കടപുഴകി വീണതിനെ തുടർന്ന് ഒടിഞ്ഞു വീണ 7 വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചു. താന്യം പൊടിയനാട് റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരം മുറിച്ചു മാറ്റാൻ വൈദ്യുതി ജീവനക്കാർ വൈദ്യുതി കമ്പികൾ അഴിച്ചു മാറ്റുന്നതിനിടയിലാണ് മരം കടപുഴകി വൈദ്യുതി കമ്പികളിലേക്ക് വീണത്. പോസ്റ്റുകൾ ഒടിഞ്ഞു വീണത്. വൈദ്യുതി കാലടക്കം ജീവനക്കാരൻ താഴേക്ക് വീണെങ്കിലും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഒടിഞ്ഞു വീണ വൈദ്യുതി തൂണുകൾ KSCB ജീവനക്കാർ 3 ദിവസത്തെ ശ്രമത്തിനൊടുവിലാണ് മാറ്റി സ്ഥാപിച്ചത്. സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ മഴുവഞ്ചേരി പെരുവൻമല ശിവക്ഷേത്രത്തിന്റെ ഭൂമി തിരിച്ചുപിടിക്കുന്നു. ദേവസ്വം സ്പെഷ്യൽ തഹസിൽദാർ VC പ്രസന്നന്റെ നേതൃത്വത്തിലുള്ള സംഘം ഭൂമി ഏറ്റെടുത്ത് ദേവസ്വം ഓഫീസർ TK ധന്യയ്ക്ക് കൈമാറി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പെരുവൻമല ശിവക്ഷേത്രത്തിന്റെ ഭൂമി വ്യാപകമായി കയ്യേറിയതിനെ തുടർന്ന് തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ വർഷങ്ങളായി നടന്നുവരികയായിരുന്നു. ഡിജിറ്റലായി അടക്കം വിവിധ രീതിയിലുള്ള സർവേകൾ 2018 പൂർത്തിയായിരുന്നു. ആകെയുള്ള 66.69 ഏക്കർ ഭൂമിയിൽ 35 ഏക്കറോളം അനധികൃതമായി കയ്യേറിയതായി കണ്ടെത്തി. ഇതിൽ 25 ഏക്കറോളം വൻകിട കയ്യേറ്റങ്ങളാണ്. പിന്നീട് കയ്യേറിയവർക്ക് 2019 നോട്ടീസ് നൽകി ഹിയറിംഗ് നടത്തി. രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തവരുടെ ഭൂമിയാണ് ഇപ്പോൾ തിരിച്ചുപിടിക്കാൻ തുടങ്ങിയത്. എരനല്ലൂർ വില്ലേജിലെ 7 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്. ഇവിടെ പലയിടത്തും തേക്കുമരങ്ങൾ വെച്ചുപിടിപ്പിച്ച നിലയിലാണ്. ചിറനല്ലൂർ വില്ലേജിൽ ഉൾപ്പെടെയുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ തുടരും. ഈ മേഖലയിൽ ചിലർ ഭൂമിയുടെ പട്ടയരേഖകൾ ഹാജരാക്കിയതിന്റെ സാധുത പരിശോധിച്ചു വരികയാണെന്ന് സ്പെഷ്യൽ തഹസീൽദാർ VC പ്രസന്നൻ പറഞ്ഞു. സർവേയർ KN അനിൽകുമാർ, റവന്യൂ ഇൻസ്പെക്ടർ R സ്മിത, MA സുരേഷ് കുമാർ, KK രവീന്ദ്രനാഥ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, കുന്നംകുളം.
ഇരിങ്ങാലക്കുട KSRTC ഡിപ്പോ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നതായി നാട്ടുകാർ. ഡിപ്പോ നിലനിർത്തുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിനുമായി നാട്ടുകാർ സംരക്ഷണ സമിതി രൂപീകരിച്ചു. മുൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കുരുമ്പിശ്ശേരി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് മുല്ലപ്പശ്ശേരി അധ്യക്ഷനായിരുന്നു. വിപുലമായ യോഗം ഈ മാസം 28-ന് ചേരുമെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ LDF ഭരണം അട്ടിമറിക്കാൻ സംഘപരിവാർ കലാപ നീക്കം നടത്തുകയാണെന്ന് ആരോപിച്ച് DYFI ബ്ലോക്ക് കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചു. CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് KK ഹാഷിഖ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ മേഖലാ സെക്രട്ടറി CS സുവിത്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി CS സുജിത്, CS ഷിബിൻ, PG നിഖിൽനാഥ് എന്നിവർ നേതൃത്വം നൽകി. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പൂങ്കുന്നം കല്ലുംപുറം ഹൈവേ വികസനം മൂലം നാട്ടുകാരുടെ നടുവൊടിയുന്നു. കുണ്ടും കുഴിയും ചെളിയും കാരണം വാഹനയാത്രയ്ക്ക് പുറമെ കാൽനട പോലും അസാധ്യമാവുകയാണ്. കനത്ത മഴയാണ് പണികൾക്ക് തടസ്സമായി പറയുന്നതെങ്കിലും നിർമ്മാണ കമ്പനിയും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും കാരണമായതായി പറയുന്നു. 200 കോടി രൂപ ചെലവിട്ട് നടത്തുന്ന പണികൾ 1.5 വർഷം പിന്നിട്ടെങ്കിലും ഇപ്പോഴും ഇഴയുകയാണ്. കുന്നംകുളത്തുനിന്ന് വടക്കോട്ട് പോകുന്ന വാഹനങ്ങളാണ് ഏറെയും ദുരിതമനുഭവിക്കുന്നത്. പാറയമ്പാടം കടവല്ലൂർ പാടം വരെ കോഴിക്കോട് റോഡിലും തണത്തറ പാലം വരെ പട്ടാമ്പി റോഡിലും വഴിനീള കുഴികളാണ്. മഴ ശക്തമാകും തോറും കുഴികളുടെ വലിപ്പവും കൂടുന്നു. റോഡ് നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്ന് വ്യക്തമല്ല. വർഷങ്ങളായി ജനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാ ദുരിതത്തിന് എന്ന് പരിഹാരമുണ്ടാകുമെന്ന ചോദ്യത്തിന് മുൻപിൽ നിന്ന് അധികൃതർ ഒഴിഞ്ഞു മാറുകയാണ്. ജല അതോറിറ്റിയുടെ പൈപ്പുകളാണ് പ്രശ്നമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ റോഡ് നിർമ്മാണത്തിന്റെ മേൽനോട്ടമുള്ള KSTPയുടെ അനാസ്ഥയാണ് പ്രശ്നമെന്ന് മറുവിഭാഗവും വാദിക്കുന്നു. TCV ന്യൂസ്, കുന്നംകുളം. മാള കാക്കുളിശ്ശേരിയിൽ വയോധികനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാടവനക്കാട്ടിൽ വർഗീസിനെയാണ് പുരയിടത്തിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. 68 വയസ്സായിരുന്നു. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ നിഗമനം. ശ്രീനാരായണപുരത്ത് കുളത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ നഷ്ടപ്പെട്ട ഫോൺ ഫയർഫോഴ്സ് സ്കൂബ ടീം കണ്ടെടുത്തു. എറിയാട് സ്വദേശി കൊല്ലിയിൽ ഇംതിയാസിന്റെ ഐഫോണാണ് പൊരിബസാർ ഊമൻകുളത്തിൽ വീണത്. തുടർന്ന് ഫയർഫോഴ്സിന്റെ സഹായം തേടുകയായിരുന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സന്തോഷ് കുമാർ, ഫയർ ഓഫീസർമാരായ ഉല്ലാസ്, അജിത്, വിഷ്ണുദാസ് എന്നിവർ ചേർന്നാണ് ഫോൺ കണ്ടെടുത്തത്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ് കാലിലൂടെ കയറിയിറങ്ങി വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഒറ്റപ്പിലാവ് സ്വദേശിനി വൈപ്പിൻ വീട്ടിൽ പരേതനായ സുധാകരന്റെ ഭാര്യ 61 വയസ്സുള്ള നിർമ്മലയ്ക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലാണ് സംഭവം. ബസ്സിൽ നിന്ന് ഇറങ്ങി അതേ ബസിന്റെ മുൻപിലൂടെ നടന്നു നീങ്ങിയ നിർമ്മലയെ മുന്നിട്ടെടുത്ത ബസ് ഇടിക്കുകയായിരുന്നു. നിലത്ത് വീണ ഇവരുടെ കാലിൽ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി. കാലിന് സാരമായ പരിക്കേറ്റ നിർമ്മല തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പഴയന്നൂർ ഗവൺമെന്റ് LP സ്കൂളിലെ കുരുന്നുങ്ങൾക്കായി പുതിയ ഹൈടെക് കെട്ടിടം ഉയരും. പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2023-24 കാലഘട്ടത്തിൽ K. രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് പുതിയ കെട്ടിട സമുച്ചയത്തിനായി 1 കോടി രൂപ അനുവദിച്ചത്. എന്നാൽ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാനുള്ള നടപടികൾ പഴയന്നൂർ പഞ്ചായത്ത് ഭരണസമിതി വൈകിപ്പിച്ചതായി ആരോപണമുയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് TCV വാർത്ത നൽകിയിരുന്നു. തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ തുക നിശ്ചയിച്ചു. തുക കൂടുതലായതോടെ പൊളിച്ചുമാറ്റാനുള്ള കരാർ ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. പിന്നീട് സ്പോൺസർമാരിൽ നിന്നും കണ്ടെത്തിയ 1 ലക്ഷം രൂപ കൊണ്ടാണ് അധ്യയനത്തിന് താൽക്കാലിക സംവിധാനമൊരുക്കിയത്. അതിനുശേഷം പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് കെട്ടിടത്തിന്റെ വാലുവേഷൻ കുറച്ച് കൊട്ടേഷൻ സ്വീകരിച്ചു. വൈകാതെ തന്നെ കരാറുകാരന് കെട്ടിടം പൊളിച്ചുമാറ്റാനായി ചുമതല കൈമാറി. കെട്ടിടം പൊളിച്ചുമാറ്റി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന മുറയ്ക്ക് പൊതുമരാമത്ത് വകുപ്പ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 3 ക്ലാസ് മുറികൾ, ഹാൾ, ശൗചാലയ സമുച്ചയം എന്നിവ ഉൾപ്പെടുന്ന ഹൈടെക് കെട്ടിടം നിർമ്മിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. TCV ന്യൂസ്, ചേലക്കര. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കർക്കിടക സുകൃതം.
കർക്കിടകത്തിൽ ദേഹബലവും രോഗപ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കുന്നതിനും ദഹനശക്തി ക്രമപ്പെടുത്തുന്നതിനുമായി വിവിധ തരത്തിലുള്ള ഔഷധക്കഞ്ഞികൾ സേവിക്കുന്നത് വളരെ പ്രധാനമാണ്. പൂർവികർ പഞ്ഞക്കർക്കിടകത്തിൽ അനുഷ്ഠിച്ചു വന്നിരുന്ന ചിട്ടയായ ചില ഭക്ഷണക്രമങ്ങളാണ് ഇന്നുമേറെ പേർ ആരോഗ്യ സംരക്ഷണത്തിനായി പിന്തുടരുന്നത്. കർക്കിടകം പൊതുവെ സുഖചികിത്സയ്ക്കുള്ള സമയമാണ്. ശരീരവും മനസ്സും പ്രകൃതിയും ഒന്നുചേർന്ന് ശുദ്ധത കൈവരിക്കാൻ പൂർവികർ നിശ്ചയിച്ച ചില ചിട്ടവട്ടങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കുന്നവരാണ് ഇന്നും ഏറെ ആളുകൾ. കടുത്ത വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന മഴയും തുടർന്നുള്ള കർക്കിടകവും ആരോഗ്യപരിപാലനത്തിന് ഏറ്റവും യോജിച്ച മാസമാണ്. കർക്കിടകം പൊതുവെ ദഹനശക്തി കുറയുന്ന സമയമായതിനാൽ ദഹനം ത്വരിതപ്പെടുത്തുന്നതിനും വാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടുന്നതിനും വിവിധ ഔഷധക്കൂട്ടുകൾ അടങ്ങിയ കർക്കിടക കഞ്ഞികൾ സേവിക്കുന്നത് വളരെ ഉത്തമമാണ്. കഞ്ഞികളിൽ പ്രധാനം ഔഷധക്കഞ്ഞി തന്നെയാണ്. ഇത് ആരോഗ്യ സംരക്ഷണത്തിനും പ്രതിരോധ ശക്തിക്കും ദഹനശക്തിക്കും ഉത്തമമായ പ്രതിവിധിയാണ്. പൊടിയരിക്കഞ്ഞി പനിരോഗ പ്രതിരോധം, ശരീരക്ഷീണം എന്നിവ മാറാനും, ജീരകക്കഞ്ഞി ദഹനശക്തിക്കും മലബന്ധം അകറ്റാനും പനി മാറാനും, ഓട്സ് കഞ്ഞി രക്തസമ്മർദ്ദം കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും അമിതവണ്ണം അകറ്റാനും കൊളസ്ട്രോൾ കുറയാനും പ്രതിരോധ ശക്തിക്കും സഹായിക്കുന്നു. ശരീരവണ്ണം വർദ്ധിപ്പിക്കാനും ശരീരകാന്തിക്കും ശരീരശക്തിക്കും നവരക്കഞ്ഞി ഉത്തമമാണ്. ദശപുഷ്പക്കഞ്ഞി ബുദ്ധിശക്തിക്കും രോഗപ്രതിരോധത്തിനും ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും സഹായിക്കുന്നു. ഉലുവാക്കഞ്ഞി, ഗോതമ്പ് കഞ്ഞി എന്നിവ പ്രമേഹരോഗം നിയന്ത്രിക്കാനും വാതരോഗ ശമനത്തിനും ഉത്തമ പ്രതിവിധിയാണ്. വണ്ണം കുറയ്ക്കാനുള്ള യവക്കഞ്ഞി രക്തസമ്മർദ്ദം കുറയ്ക്കാനും മുടിയുടെ വളർച്ചയ്ക്കും സഹായിക്കുന്ന മുരിങ്ങയിലക്കഞ്ഞി ദഹനശക്തി വർദ്ധിപ്പിക്കാനും ശരീരപുഷ്ടിക്കും സഹായിക്കുന്ന നെയ്ക്കഞ്ഞി തുടങ്ങി വിവിധ തരത്തിലുള്ള കഞ്ഞികൾ ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥയ്ക്കനുസരിച്ച് ഇന്ന് ലഭ്യമാണ്. വീടുകളിൽ സ്വയം കഞ്ഞി തയ്യാറാക്കാൻ സഹായകരമായ കഞ്ഞിക്കൂട്ടുകളും ഇന്ന് വിപണിയിൽ സുലഭം. TCV ന്യൂസ്, തൃശൂർ. പെരിഞ്ഞനം പൊന്മാനിക്കുടം വിശ്വനാഥപുരം ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ടും ഗോശാല സമർപ്പണവും നടത്തി. ഗണപതി ഹോമം, ഗോപൂജ, ഗജപൂജ എന്നിവയ്ക്ക് ക്ഷേത്രം തന്ത്രി ശ്രീനിവാസൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആനയൂട്ടിൽ 9 ആനകൾ പങ്കെടുത്തു. സത്യാനന്ദ ശ്രമം മഠാധിപതി സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി ഗോശാല സമർപ്പണം നടത്തി. ലയൺസ് ഇന്റർനാഷണൽ ലോകവ്യാപകമായി നടപ്പിലാക്കുന്ന വിശപ്പ് രഹിത പരിപാടിയുടെ ഭാഗമായി പേരാമ്പ്ര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഹങ്കർ പ്രൊജക്ടിന് തുടക്കം കുറിച്ചു. ക്ലബ് പ്രസിഡന്റ് ജോയ്സൺ കീരിയത്ത് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ജോണി മഞ്ഞാങ്ങ, സിസ്റ്റർ അംബ്രേസിയ, ക്ലബ് കോർഡിനേറ്റർ KO വർഗീസ്, ബോർഡ് അംഗം KL തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കനകമലയിലെ സാൻജോ ഭവൻ അംഗങ്ങൾക്ക് ആഴ്ചയിൽ 1 ദിവസത്തെ പ്രഭാത ഭക്ഷണം 1 വർഷം നൽകുന്ന പദ്ധതിയാണ് പേരാമ്പ്ര ലയൺസ് ക്ലബ് ഏറ്റെടുത്തത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ നെല്ലുവായ് പട്ടാമ്പി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ചെളിവെള്ളത്തിൽ കുളിച്ച് പ്രതിഷേധിച്ചു. എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി. നേതാക്കളായ രാജേഷ് കുട്ടഞ്ചേരി, ആനന്ദൻ, മുരളി വടക്കൂട്ട്, NC ബാലൻ, അജേഷ് എന്നിവർ നേതൃത്വം നൽകി. AKPA കേച്ചേരി യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം നടന്നു. കൈപ്പറമ്പിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PU വിജീഷ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ AM സുമേത്, EA അനസ്, PY റാഫി തുടങ്ങിയവർ സംസാരിച്ചു.
പാലിയൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് തീപിടുത്തം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. ഗ്യാസ് സിലിണ്ടർ ലീക്കായാണ് തീപിടുത്തമുണ്ടായത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് തീയണച്ചു. ആർക്കും പരിക്കില്ല. കൊടകര മരത്തംപിള്ളി തണൽ വയോജന സംഘടനയുടെ നേതൃത്വത്തിൽ കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് ലാസർ മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു. തെക്കുംകര CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. DCC മുൻ പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു അധ്യക്ഷനായി. KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. നേതാക്കളായ K. അജിത് കുമാർ, ഷാഹിദ റഹ്മാൻ, AR കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ ബഹുദൂരം മുന്നേറുകയാണ് ഇരിങ്ങാലക്കുട റേഞ്ച് എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ PM ജദീർ. 1000-ലധികം ലഹരിവിരുദ്ധ ക്ലാസുകളാണ് ജദീർ നയിച്ചത്. എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയായ വിമുക്തിയുടെ ജില്ലാതല റിസോഴ്സ് പേഴ്സണും റേഞ്ച് തല കോർഡിനേറ്ററുമാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ ജദീർ. 2016 വിമുക്തി പദ്ധതി ആരംഭിച്ചതു മുതൽ ജദീർ പരിപാടിയിൽ സജീവമാണ്. വിദ്യാലയങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ തുടങ്ങി വ്യത്യസ്ത വേദികളിൽ ജദീർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ധാരാളം മാറ്റങ്ങൾ കുട്ടികളുടെ ഇടയിലും അതേപോലെ തന്നെ സമൂഹത്തിലും ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് തീർച്ചയാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന്റെ സഹായത്തോടെ നൽകുന്ന ട്രെയിനിങ് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിംഹാൻസ് ബാംഗ്ലൂരിന്റെ സഹായത്തോടെയും അതേപോലെ തന്നെ വിദഗ്ധരായ കൗൺസിലേഴ്സിന്റെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഇത്തരം ക്ലാസ്സുകൾ എങ്ങനെ കുട്ടികളെ സ്വാധീനിക്കണം എന്നുള്ളതും ആ വിഷയത്തെ അഭിമുഖീകരിക്കാനും അത് പരിഹാരം കൊടുക്കാനൊക്കെയുള്ള ഒരു ട്രെയിനിങ് സെഷനൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ ക്ലാസ്സിൽ പങ്കെടുത്ത ചെറിയ കുട്ടി തന്റെ അച്ഛന്റെ കടയിലെ സിഗരറ്റ് വിൽപ്പന അവസാനിപ്പിച്ച സംഭവം ഉൾപ്പെടെ ബോധവൽക്കരണത്തിലൂടെ നിരവധി പേർ ലഹരിയുടെ പാത വെടിഞ്ഞുവെന്നതിൽ ജദീർ സന്തോഷവാനാണ്. ക്ലാസുകൾക്കു പുറമെ വിമുക്തിയുടെ ഭാഗമായി വോളിബോൾ, ബാഡ്മിന്റൺ, ചെസ് മത്സരങ്ങളും എക്സൈസ് വകുപ്പിനു വേണ്ടി ജദീറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നു. തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമെന്നതിനൊപ്പം സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയുള്ള യജ്ഞത്തിൽ സ്വന്തം പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ഈ ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥൻ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തളിക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നാട്ടിക SN കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CT അനിത ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് TL സന്തോഷ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് വിനയ പ്രസാദ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. മാടക്കത്തറ പഞ്ചായത്ത് ഭിന്നശേഷി സഹായ ഉപകരണ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഉണ്ണി ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവത്രി രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഡേ എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോയ് നെല്ലിശ്ശേരി, ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ TK പത്മനാഭൻ, BG ഡേവിസ് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ഓഫ് കൊമേഴ്സ് ടീച്ചേഴ്സ് തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ കൊമേഴ്സ് വിദ്യാർത്ഥികളെ തൃശൂർ വിവേകോദയം സ്കൂളിൽ ആദരിച്ചു. ചലച്ചിത്ര താരം വിൻസി അലോഷ്യസ് ഉദ്ഘാടനം ചെയ്തു. കൊമേഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സിബിൻ ലാസർ അധ്യക്ഷത വഹിച്ചു. കേരള കൊമേഴ്സ് ഫോറം സംസ്ഥാന ട്രഷറർ ബൈജു ആന്റണി, അസോസിയേഷൻ സെക്രട്ടറി K. വിനോദ്, പ്രോഗ്രാം കോർഡിനേറ്റർ KG അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ പഞ്ചായത്തിലെ പോളക്കുളത്തിന്റെ സൗന്ദര്യവൽക്കരണം പൂർത്തിയാക്കുന്നു. അടിസ്ഥാന വികസനത്തിന്റെ ഭാഗമായി പോളക്കുളത്തിലേക്ക് പെഡൽ ബോട്ടുകളെത്തി. വിനോദത്തിനായി ഉപയോഗിക്കുന്നതിന് 4 ബോട്ടുകളാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൽ 2 പേർക്ക് യാത്ര ചെയ്യാവുന്ന 2ഉം 4 പേർക്ക് യാത്ര ചെയ്യാവുന്ന 2 കുട്ടികൾക്കും മുതിർന്നവർക്കും ജിം സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സ്റ്റേജ്, നടപ്പാത വികസനം, അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള സൗന്ദര്യവൽക്കരണത്തിനായി VR സുനിൽകുമാർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ നിർമ്മാണങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടെ 1 ഏക്കറിലെ പോളക്കുളവും അനുബന്ധ ഭാഗവും
കൂടുതൽ ആകർഷകമാക്കി പൊതുജനങ്ങളുടെ ഉല്ലാസ കേന്ദ്രമായി മാറും. 2024-25 സാമ്പത്തിക വർഷത്തെ CFC ഫണ്ട് പഞ്ചായത്ത് ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് 4 പെഡൽ ബോട്ടുകളും കുട്ടികൾക്ക് പാർക്കും മുതിർന്നവർക്ക് ഓപ്പൺ ജിമ്മും സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ വീണ്ടും MLA ഒളക്കുളം സൗന്ദര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 25 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇതിൻ്റെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. മാള ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 27 ലക്ഷം രൂപ ചിലവഴിച്ച് വിശ്രമ കേന്ദ്രവും കഫേയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പായലും ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് മൈതാനം പോലെ കിടന്നിരുന്ന 1 ഏക്കർ വിസ്തൃതിയിലുള്ള പോളക്കുളത്തെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.05 കോടി രൂപ ചിലവഴിച്ചാണ് മികച്ച ജലാശയമായി വീണ്ടെടുത്തത്. കക്ഷിരാഷ്ട്രീയത്തിനതീതമായി MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പഞ്ചായത്തിനൊപ്പം കൈകോർത്തപ്പോഴാണ് പോളക്കുളത്തെ വീണ്ടെടുത്തത്. TCV ന്യൂസ്, മാള. തൃശൂർ കോർപ്പറേഷനിൽ ദുർഭരണം ആരോപിച്ച് 100 കേന്ദ്രങ്ങളിൽ BJP പ്രതിഷേധ സമരം നടത്തുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിൽ കോർപ്പറേഷൻ പരിധിയിൽ 100 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ 2 മരണമാണ് നടന്നത്. കോർപ്പറേഷനിൽ പരിധിയിലെ റോഡുകളിലെ കുഴികൾ അടച്ചില്ലെങ്കിൽ മേയറെ തെരുവിൽ തടയുമെന്ന് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ V. ആതിര, ബിജോയ് തോമസ് എന്നിവരും പങ്കെടുത്തു. ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച് കടവല്ലൂർ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ 251 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ ചെയർമാനായും സെക്രട്ടറി രേഖ കൺവീനറായും രൂപീകരിച്ച 251 കമ്മിറ്റിയിൽ നിന്നും വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ദേവസ്വം ഓഫീസർ G. ശ്രീരാജിന് യാത്രയയപ്പ് നൽകി. യോഗത്തിൽ V. ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഓഫീസറായി ചാർജ് എടുത്ത് PV ഹരികൃഷ്ണനെ സ്വീകരിച്ചു. വിവിധ പൂരക്കമ്മിറ്റി ഭാരവാഹികളായ V. സുരേഷ് കുമാർ, PR സുരേഷ് കുമാർ, ബാബു പൂങ്കുന്നത്ത്, PG രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടൂർ SNDP യോഗം അമയ കുമരേശ്വര ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ചടങ്ങുകൾക്ക് മേൽശാന്തി ശുചീന്ദ്രൻ കാർമ്മികത്വം വഹിച്ചു. യോഗം പ്രസിഡന്റ് രാജീവ് വേങ്ങാശ്ശേരി, സെക്രട്ടറി രാജൻ മുളങ്ങാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏനമാവ് ഇരിമ്പ്രനെല്ലൂർ ശ്രീ കാർത്യാനി ദേവി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 2 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. ക്ഷേത്ര സമിതി ഭാരവാഹികളായ പ്രേമൻ നമ്പിയത്ത്, പ്രമോദ് മാണിക്കത്ത്, അശോക് പതിയത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സിനിമാ ചരിത്ര സഞ്ചാര സംവാദ പരിപാടിയായ സിനിമാ അരവങ്ങൾ സംഘടിപ്പിച്ചു. വെള്ളിത്തിരയിൽ തകഴിയുടെ സിനിമാ സാഹിത്യ സംഭാവനകൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ചർച്ച ഡോക്ടർ V. രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. ചേറൂർ സാഹിതിയിൽ നടന്ന പരിപാടിയിൽ നോവലിസ്റ്റ് സുനിത വിൽസൺ അധ്യക്ഷത വഹിച്ചു. സതീഷ് കുമാർ വിശാഖപട്ടണം, ഡോക്ടർ ആനന്ദൻ, സുരേഷ് കോമ്പത്ത് എന്നിവർ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു. EG സുബ്രഹ്മണ്യൻ, അപർണ ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. CV ജോസ്, പ്രമീള ഗോപാലകൃഷ്ണൻ എന്നിവർ തകഴിയുടെ സിനിമകളിലെ തിരഞ്ഞെടുത്ത ഗാനങ്ങൾ ആലപിച്ചു. CPMന്റെ നേതൃത്വത്തിലുള്ള സംയോജിത കൃഷിയുടെ മണലൂർ ഏരിയാതല നടീൽ ഉത്സവം നടന്നു. ചിറ്റാറ്റുകര താമരപ്പിള്ളിയിൽ നടന്ന നടീൽ ഉത്സവം മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VN സുർജിത്, VG സുബ്രഹ്മണ്യൻ, PG സുബിദാസ്, KK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വെണ്ട, മുളക്, വഴുതന, തക്കാളി തുടങ്ങിയ പച്ചക്കറികളുടെ തൈകളാണ് കൃഷിയുടെ ഭാഗമായി നട്ടത്. വെങ്കിടങ്ങ് സ്വാതനം പെയിൻ ആൻഡ് പാലിറ്റീവ് സൊസൈറ്റി വാർഷിക പൊതുയോഗവും ബോധവൽക്കരണ സെമിനാറും നടന്നു. സൊസൈറ്റി ജില്ലാ സെക്രട്ടറി ജീസൻ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി ചെയർമാൻ EK ഹംസ അധ്യക്ഷനായിരുന്നു. രക്ഷാധികാരി ജോൺസൺ എലവന്തിങ്കൽ, സെക്രട്ടറി സജീവ് കഴുങ്കിൽ തുടങ്ങിയവർ സംസാരിച്ചു.
കൊടകര കനകമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തണൽ വയോജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം നടത്തി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. തണൽ സംഘടന പ്രസിഡന്റ് തോമസ് പുല്ലോക്കാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, വാർഡ് സജിനി, സന്തോഷ് KS ചാത്തുണ്ണി എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ നാടിപ്പാറ കാരുണ്യ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ കർക്കിടക ഔഷധക്കഞ്ഞി വിതരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് സുരേന്ദ്ര ഗോപാൽ ചിന്നങ്ങത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം NP അഭിലാഷ്, ക്ലബ് സെക്രട്ടറി പ്രഭാകരൻ, മറ്റത്തൂർ പഞ്ചായത്ത് വയോജന ക്ലബ് സെക്രട്ടറി AK രാജൻ, പിറവി വായനശാല പ്രസിഡന്റ് VS സുബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാട്ടൂർ SNDP യോഗം അമയെ കുമരേശ്വര ക്ഷേത്രത്തിൽ ഊട്ടിനെത്തിച്ച ആന ഇടഞ്ഞോടി. കൊമ്പൻ മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണനാണ് 1/2 കിലോമീറ്ററോളം ഇടഞ്ഞോടിയത്. ആനയെ പിന്നീട് തളച്ചു. ചേലക്കരയിൽ ഇരട്ടകളായ പോലീസ് സഹോദരന്മാർ തമ്മിൽ അടിപിടി. വീടിനടുത്ത് ചപ്പുചവറുകൾ ഇട്ടതുമായി ബന്ധപ്പെട്ട് തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത്. ചേറ്റുവ പടന്ന ചീപ്പിനോട് ചേർന്നുള്ള പാലം അറ്റകുറ്റപ്പണിക്കായി താൽക്കാലികമായി അടച്ചു. 3 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കി പാലം സഞ്ചാരയോഗ്യമാക്കുമെന്ന് കരാർ കമ്പനി. സംസ്ഥാന വ്യാപകമായി ഒരു വിഭാഗം സ്വകാര്യ ബസ് ഉടമകൾ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ദേശീയപാത 66-ൽ 2 വാഹനാപകടം, 3 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂരിൽ 3 കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് സ്കൂട്ടർ യാത്രികനും കാൽനട യാത്രികനും പരിക്ക്. തൃശൂരിൽ പരക്കെ മഴ തുടരുന്നു. ശക്തമായ കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ചൊവ്വന്നൂരിൽ കടമുറി റോഡിലേക്ക് തകർന്നു വീണു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.